ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ വിർലൻസ് ഫാക്ടേഴ്സും പാത്തോജൻസിസും ആൻഡ് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർണിബാക്ടീരിയത്തിന്റെ മോർഫോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ് ചൈനീസ് ലെറ്റർ പാറ്റേണിലാണ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ യൂണിഫോം ലെറ്റേഴ്സ് പാറ്റേണിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ലോഫ്ലെസ് സെറം സ്ലോപ്പ് ഉണ്ട്, വിത്തിൻ 6 to 8 hours ഗ്രോത്ത് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഇതിന്റെ മെയിൻ വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എക്സോടോക്സിൻ ആണ്. ഓക്കെ, ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സോടോക്സിൻ ആണ് ഇതിന്റെ മെയിൻ വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സോടോക്സിൻ ആണ്. ഈ എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ട്രെയിൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓൺലി സ്ട്രക്ചറൽ ജീൻസ്, ദാറ്റ് ഈസ് ടോക്സ് ജീൻ പ്രസന്റ് ആയിട്ടുള്ള കോർണിബാക്ടീരിയം ഡിഫ്തീരിയ മാത്രമേ ഇതിന് എന്തിന്റെ കപ്പാസിറ്റി ഉള്ളൂ, ടോക്സിൻ അല്ലെങ്കിൽ എക്സോടോക്സിന്റെ പ്രൊഡക്ഷനിൽ കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, ദെൻ ഇതിന്റെ ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ആൽക്കലൈൻ pH ആയിരിക്കണം, ദാറ്റ് ഈസ് pH 7.8 to 8 pH ആയിരിക്കണം. ദെൻ എയറോബിക് കണ്ടീഷൻ ആയിരിക്കും ആൻഡ് ഓൾസോ ലോ അയൺ കോൺസെൻട്രേഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ, നമ്മുടെ ഈ ഒരു എക്സോടോക്സിന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കത്തുള്ളൂ. നമ്മൾ തിയററ്റിക്കലി പറയുന്ന സമയത്ത് 0.0000001 ഗ്രാം നമ്മൾ ഒരു ഗിനി പിഗിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 96 hours തന്നെ ആ ഒരു ഗിനി പിഗിന്റെ ഡെത്ത് സംഭവിക്കും. കാരണം അത്രയും ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്. ദെൻ ഇതിന്റെ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും. ഇത് നമ്മൾ സെക്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ടായിരിക്കും ഇത് സെക്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ അകത്ത് 535 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് ഉണ്ടാവും. അത് 535 അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ടാണ് ഈ ഒരു ടോക്സിന്റെ സെക്രേഷൻ നടക്കുന്നുണ്ടാവുക. ദെൻ ഇതിന്റെ നാറ്റീവ് ടോക്സിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ടോക്സിക് ആയിരിക്കും. ദെൻ ഇത് എപ്പോഴാണ് ടോക്സിനായിട്ട് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴാണോ ട്രിപ്സിനായിട്ട് കോണ്ടാക്ട് വരുന്നത്, ദെൻ എപ്പോഴാണോ ഇത് ട്രിപ്സിനായിട്ട് കോണ്ടാക്ട് വരുന്നിട്ടുണ്ടെങ്കിൽ അന്നേരം മാത്രമേ ഉള്ളൂ ഈ ഒരു നേറ്റീവ് ആയിട്ടുള്ള നോൺ ടോക്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, പവർഫുൾ ആയിട്ടുള്ള എക്സോടോക്സിനായിട്ട് കൺവേർഷൻ നടക്കുന്നുള്ളൂ. ദെൻ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ബി ടോക്സിൻ ആണ്. ദാറ്റ് ഈസ് എ ഫ്രാഗ്മെന്റ് ഉണ്ട്, ബി ഫ്രാഗ്മെന്റ് ഉണ്ട്. നമുക്കറിയാം എന്താണ് ഇത് രണ്ട് ബൈൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജ് വെച്ചിട്ടായിരിക്കും ബോണ്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതിനകത്ത് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ ബൈൻഡിങ് ആയിരിക്കും. ദെൻ എ ഇസ് ദ ആക്റ്റീവ് ടോക്സിൻ ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിനെ നമ്മൾ ഇൻട്രാഡെർമലി ഇനോക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വിത്തിൻ 48 hours തന്നെ ഒരു എരിത്രിയമാറ്റസ് ലീഷൻസ് അപ്പിയർ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ലാബ് ആനിമലെ ഇത് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഈ ലാബ് ആനിമലിന്റെ അഡ്രീനൽ ഗ്ലാൻഡ്സിലൊക്കെ കൺജഷനും പിന്നെ അതുപോലെ തന്നെ ഹെമറേജിന് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മെഡുലൈൻ കോർട്ടക്സിൽ അല്ലെങ്കിൽ ഈ രണ്ടിലും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഹെമറേജസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ റീജിയണൽ ലിംഫ് നോഡ്സിലും പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ എന്ത് സംഭവിക്കും, കൺജഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് നമ്മൾ ഗിനി പിഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബ് ആനിമലിൽ നമ്മൾ ഇതിനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടോക്സിൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതിനെ മെയിൻ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിൻ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ADP റൈബോസിലേഷൻ ഓഫ് ഇലോങ്ങേഷൻ ഫാക്ടർ 2, ഇലോങ്ങേഷൻ ഫാക്ടർ 2നെ ADP റൈബോസിലേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങനെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ ബ്ലോക്ക് ചെയ്ത് നിന്നു. ദെൻ അങ്ങനെ സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഇതിന്റെ വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു വിർലൻസ് ഫാക്ടറേ ഉള്ളൂ, ദാറ്റ് ഈസ് പവർഫുൾ ഡിഫ്തീരിയ എക്സോടോക്സിൻ ആയിരിക്കും. ഇതിന്റെ ബയോളജിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ന്യൂറോടോക്സിക് ആൻഡ് കാർഡിയോടോക്സിക് ആക്ടിവിറ്റി ഉണ്ട്. ദെൻ എന്ത് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യാണ് സംഭവിക്കുന്നത്. ദെൻ ഈ ഒരു കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഇൻഫെക്ഷൻ മെയിൻ ആയിട്ടുള്ള പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുവർ ന്യൂട്രീഷൻ ആണ്, ദെൻ ഓവർ ക്രൗഡഡ്, ദെൻ അൺസാനിറ്ററി ലിവിംഗ് കണ്ടീഷൻസ്, ദെൻ ലോ വാക്സിൻ കവറേജ് എമംഗ് ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻസ്. നമുക്കറിയാം എന്താണ് ഇൻഫാൻസിന് വാക്സിൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെ വാക്സിൻ കൊടുക്കാതിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ. ദെൻ ഇമ്മ്യൂണിറ്റി ഗ്യാപ്പ് ഇൻ അഡൽട്സ്. ഇത്രയാണ് ഇതിന്റെ മെയിൻ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ്സ് വഴിയായിരിക്കും ആൻഡ് സെക്രീഷൻസ് ആൻഡ് ഓൾസോ ഡയറക്റ്റ് കോൺടാക്ട് വഴിയായിരിക്കും മെയിൻ ആയിട്ട് ഇതിന്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതിന്റെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എന്തായിരിക്കും, ഫേഷ്യൽ ആയിരിക്കും കോമൺ ആയിട്ടുള്ള സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. അതുകൂടാണ്ട് ലാരിഞ്ചൽ, നേസൽ, ഓട്ടൈറ്റിക്, കൺജന്റൈവൽ, ജെനൈറ്റൽ ഏരിയ അതുപോലെ തന്നെ ക്യൂട്ടേനിയസ് ഏരിയയിലൊക്കെ ഇതിനെന്താ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇതിന്റെ പാത്തോജനിസിസ് ആണ്. ഈ കോർണിബാക്ടീരിയം ഡിഫ്തീരിയ മെയിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് വഴിയായിരിക്കും നോർമലി എൻ്റർ ചെയ്യുന്നത്. ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് കൂടാതെ വേറെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സ്കിന്ന് വരാം, ജെനൈറ്റൽ ട്രാക്ട് വരാം, അല്ലെങ്കിൽ ഈവൻ ഐയിൽ കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓർഗാനിസം എൻ്റർ ചെയ്യാം. വൺസ് ഓർഗാനിസം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അതിന്റെ അഡിഹറൻസ് ഓഫ് ഈ ബാക്ടീരിയയുടെ അഡിഹറൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നല്ല രീതിയിൽ അഡിഹറൻസ് ചെയ്യുന്നു.
ഓക്കെ. then ഇതിന്റെ ഇനീഷ്യൽ ലീഷൻസ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ടോൺസിൽസിലും അതുപോലെ തന്നെ ഓറോഫാരിങ്സിലാണ് ഇതിന്റെ ഇനീഷ്യൽ ലീഷൻസ് കണ്ടുവരുന്നത്. then അതിനുശേഷം അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നാസോഫാരിങ്സ്, ലാരിങ്സ് ആൻഡ് ഈവൻ ട്രക്കിയയിലേക്ക് വരെ ഇത് എന്ത് ചെയ്യാം, ലീഡ് ചെയ്യാം. then എന്ത് ചെയ്യുന്നു, ഓർഗാൻസ് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എപ്പിത്തീലിയൽ സെൽസിൽ ഉൾപ്പെടുന്ന ഓർഗാൻസ് നല്ല രീതിയിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. then ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഫോക്കൽ ലീഷനിലേക്ക് ലീഡ് ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് എന്തിന്റെ സെക്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിന്റെ വിറുലൻസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഇതിന്റെ എക്സോടോക്സിന്റെ സെക്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. then ആ ഒരു എക്സോടോക്സിന്റെ സെക്രേഷൻ എവിടെയാണ് സംഭവിക്കുന്നത്, അവിടെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ടിഷ്യൂ നെക്രോസിസിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, സ്യൂഡോ മെംബ്രെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ സ്യൂഡോ മെംബ്രെയിൻ്റെ അകത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ സെൽ ഡെബ്രിസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എക്സുഡേറ്റ് ഓഫ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവും. ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന്റെ എക്സുഡേറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് അക്യുമുലേഷൻ ഓഫ് റെഡ് സെൽസ് ഉണ്ടാവാം, ദെൻ നെക്രോട്ടൈസ്ഡ് സെൽസ് ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും, ഫൈബ്രിൻ ഉണ്ടാവും, ലിംഫോസൈറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ഫോം ചെയ്തിട്ടാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, സ്യൂഡോ മെംബ്രെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ സ്യൂഡോ മെംബ്രെയിൻ നമുക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിക്ക് ലെതർജി ഗ്രേഷ് ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇത് ചില കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലീഷൻസ് അവിടെ തന്നെ ലോക്കലൈസ് ചെയ്യും. വൺസ് സ്യൂഡോ മെംബ്രെയിൻ ഫോർമേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, അവിടുന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈവൻ ബ്രോങ്കിയൽ ട്രീയിൽ വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഇത് ബ്രോങ്കിയൽ ട്രീയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെന്ത് സംഭവിക്കുന്നു, റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ഒബ്സ്ട്രക്ഷനും ഈവൻ ഡിസ്നിയയും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. then ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിൻ നമ്മുടെ ബോഡിയിൽ ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്ററിനെ പറയുന്ന പേരാണ് HBEGF റിസപ്റ്റർ എന്നാണ് അത് പറയുന്നത്. ഈ റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ സർഫസിന്റെ മോഡ് ഉണ്ടാവും. then അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ആക്ച്വലി ഇന്റർണലൈസേഷൻ ഓഫ് ദിസ് ടോക്സിൻ ആണ് നടക്കുന്നത്. ഈ ഇന്റർണലൈസേഷൻ ഓഫ് ദിസ് ടോക്സിൻ ഈസ് മെയിൻലി മീഡിയേറ്റഡ് ബൈ എന്തായിരിക്കും, നമ്മുടെ റിസപ്റ്റർ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ. വൺസ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ഫോം നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും, എൻഡോസോം എന്ന് പറഞ്ഞ എൻഡോസോം വാക്യൂൾസ് ഫോർമേഷൻ നടക്കും. ദെൻ ഈ എൻഡോസോം വാക്യൂൾസിന് എപ്പോഴാണോ അസിഡിഫിക്കേഷൻ നടക്കുന്നത്, ഓക്കെ, എപ്പോഴാണോ അവിടെ അസിഡിക് pH ലേക്ക് മാറുന്നത്, ഇനീഷ്യലി അവിടെ ആൽക്കലൈൻ pH ആയിരിക്കും, കാരണം ഈ ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്താണ്, ആൽക്കലൈൻ pH വേണം അല്ലെ. ദെൻ അതിനുശേഷം എപ്പോഴാണോ അവിടെ അസിഡിക് pH വരുന്നത്, ആ അസിഡിക് pH വന്നതിന് ശേഷം ഈ ഒരു ടോക്സിൻ എന്ത് സംഭവിക്കുന്നു, അൺഫോൾഡിങ് സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ഫ്രാക്ഷൻ A ഉണ്ട് B ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദെൻ എന്ത് ചെയ്യുന്നു, അത് രണ്ടും എൻഡോസോമൽ മെംബ്രെയിനിലേക്ക് ഫ്രീ ആയി നിൽക്കുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ A സബ് യൂണിറ്റ് നേരെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ആക്ടിവിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ഇറ്റ് ക്യാൻ ഏബിൾ ടു കാറ്റലൈസ് ADP റൈബോസിലേഷൻ. ആൻഡ് ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിഷനിലേക്ക് ഇൻഹിബിഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെൽ ഡെത്ത് ഒക്കേഴ്സ് ആണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഫാക്ടർ 2ന്റെ ഇനാക്ടിവേഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ തിയററ്റിക്കലി പറയുന്നു 1 മോളിക്യൂൾ ഓഫ് ടോക്സിൻ ഉണ്ടെങ്കിൽ എന്താണ്, അബൌട്ട് 90% ഓഫ് സെൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനെയും അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി 1 മോളിക്യൂൾ ഓഫ് ഇതിന്റെ നമ്മുടെ കോർണിബാക്ടീരിയ ഡിഫ്തീരിയയുടെ എക്സോടോക്സിൻ ആക്ടിവിറ്റി ഉണ്ട്. ദെൻ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം, ടോക്സീമിയ ആൻഡ് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. എന്താ ഈ ടോക്സീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ടോക്സിൻ ഇൻ ബ്ലഡ് ആയിരിക്കും. ഈ ടോക്സീമിയ അതുപോലെ തന്നെ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിൻ അങ്ങ് അബ്സോർപ്ഷൻ ചെയ്ത് കിടക്കും. ഓക്കെ. നമ്മുടെ ഇത് ബ്ലഡ് സെൽസിലേക്ക് ഇത് ടോക്സിൻ അബ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇത് ടോക്സീമിയയും അതുപോലെ തന്നെ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസിലും ലീഡ് ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒരു ബാക്ടീരിയ ഇൻവേഡ് ചെയ്ത് പോകത്തില്ല. അവിടെ എന്തേ നടക്കുന്നുള്ളൂ, ഈ ഒരു ടോക്സിന്റെ അബ്സോർപ്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റമിക് മാനിഫെസ്റ്റേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹാർട്ട് ഫെയിലിയർ, പാരാലിസിസ് ആൻഡ് അഡ്രീനൽ ഹൈപ്പോ ഫംഗ്ഷൻസിലൊക്കെ ലീഡ് ചെയ്യാം. ഇത് എന്തിനൊക്കെ റിസംബിൾസ് ചെയ്യാം, നമ്മളെ അഡിസൺസ് ഡിസീസസിനോട് റിസംബിൾസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന പേരാണ് എന്ത്, അഡിസൺസ് ലൈക്ക് ഡിസീസസിലേക്ക് ഇത് വേണമെങ്കിൽ എത്താം. ഇതാണ് ഇതിന്റെ പാത്തോജനസിന്റെ എക്സാക്ട് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. ദാറ്റ് ഈസ് ഇതെന്താണ്, നമ്മുടെ സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിന്റെ മുകളിൽ ഒരു പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള HBEGF എന്ന് പറഞ്ഞ റിസപ്റ്റർ ഉണ്ട്. ഓക്കെ. ദെൻ ആര് വരുന്നു, നമ്മുടെ ഡിഫ്തീരിയ ടോക്സിൻ വരുന്നു. ഇത് കൺസിസ്റ്റിംഗ് ഓഫ് AB സബ് യൂണിറ്റ് ആണ്. ദാറ്റ് ഈസ് A സബ് യൂണിറ്റ് ഉണ്ട്, B സബ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോക്സിൻ വന്നതിന് ശേഷം റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് ആണ് നടക്കുന്നത്. ഓക്കെ. ഈ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് നടക്കുന്ന സമയത്ത് അവിടെ റിസപ്റ്റർ ഉണ്ടാവുന്നു, ദെൻ പ്രോട്ടിയേസും എൻ്റർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് നടന്നതിന് ശേഷം അവിടെ ഒരു എൻഡോസോം ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ എൻഡോസോം ഫോർമേഷന്റെ പ്രത്യേകത എന്തായിരിക്കും, അവിടെ ഹൈ pH ആയിരിക്കും. കാരണം എന്താണ്, ഈ ഒരു ടോക്സിന്റെ ലിബറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് pH അവിടെ വേണം.
ദെൻ എപ്പോഴാണോ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ലോ പി എച്ചിലേക്ക് അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ ഓഫ് എൻഡോസോംസ് നടക്കുന്നത് അല്ലെങ്കിൽ ലോ പി എച്ച് നടക്കുന്ന സമയത്ത് ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടിയേസ് എന്ത് ചെയ്യുന്നു, ഈ ടോക്സിൻ അങ്ങ് രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ബി ഫ്രാക്ഷനും എ ഫ്രാക്ഷനായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ദെൻ എന്താണ് ഈ ആക്റ്റീവ് ടോക്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എ ടോക്സിൻ ആണ്. ഈ ആക്റ്റീവ് ആയിട്ടുള്ള എ ടോക്സിൻ നേരെ എന്തിനെ പോയിട്ട് ബൈൻഡ് ചെയ്യും, ഇലോങ്ങേഷൻ ഫാക്ടർ 2നെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ എന്ത് ലീഡ് ചെയ്യുന്നു, റൈബോസിലേഷൻ നടക്കും. ദാറ്റ് ഈസ് ഇലോങ്ങേഷൻ ഫാക്ടർ 2ന്റെ മുകളിൽ ഒരു ADP റൈബോസും കൂടി വന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ADP റൈബോസിലേഷൻ ഓഫ് ഇലോങ്ങേഷൻ ഫാക്ടർ 2. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസിനെ ബ്ലോക്കിലേക്ക് ലീഡ് ചെയ്യുന്നു. കാരണം അവിടെ ഇലോങ്ങേഷൻ ഫാക്ടർ 2 ആണ് വേണ്ടത്, അവിടെ എന്ത് വരുന്നു, അറ്റാച്ച് ചെയ്യുന്നു, അതിന്റെ കൂടെ ഒരു ADP റൈബോസ് ഒന്ന് അറ്റാച്ച് ചെയ്യും. ദാറ്റ് ഈസ് ADP റൈബോസിലേഷൻ ഓഫ് ഇലോങ്ങേഷൻ ഫാക്ടർ 2. ദെൻ അതിന്റെ ഫലമായിട്ട് എന്ത് ബ്ലോക്ക് ചെയ്യുന്നു, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, സെൽ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ പാത്തോജനസിസിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും നമ്മൾ എന്താണ്, ഇതും നമ്മൾ വേറൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ തന്നെയാണ് ടോക്സിന്റെ. ഇതും അതേപോലെ തന്നെ വേറെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ അകത്ത് ഏത് ഡയഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം ആദ്യത്തെ ഡയഗ്രാം ആയിരിക്കും. ഞാൻ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഓഫ് ദ ഹോസ്റ്റ്, ദെൻ വിർലൻസ് ഓഫ് ദ ബാക്ടീരിയ ആൻഡ് സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഈ 3 കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ തീരുമാനിക്കുന്നത്. നമുക്ക് പറയാം മെയിൻ ആയിട്ട് എന്താണ്, ടോക്സിജനിക് സ്ട്രെയിൻ അല്ലെങ്കിൽ ടോക്സ്പസ് ജീനുള്ള ഓർഗാനിസം മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നുള്ളൂ അല്ലെ. ഈ ടോക്സിജനിക് സ്ട്രെയിൻസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഒട്ടുമിക്ക എല്ലാ സീരിയസ് ഡിസീസസും ചില സമയത്ത് എന്തായിരിക്കും ഫേറ്റൽ ഡിസീസസും ആർക്ക് കോസ് ചെയ്യുന്നു, നോൺ ഇമ്മ്യൂൺ പേഷ്യൻസിന് കോസ് ചെയ്യുന്നു. അതായത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വളരെ കുറവായുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഈ ടോക്സിജനിക് സ്ട്രെയിൻസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ നല്ല ഫേറ്റൽ ഡിസീസ് അല്ലെങ്കിൽ സീരിയസ് കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതേ സമയത്ത് പാർഷ്യലി ഇമ്മ്യൂൺ പേഷ്യന്റ് ആണെങ്കിൽ എന്തായിരിക്കും, മൈൽഡ് റെസ്പിറേറ്ററി ഡിസീസസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ദെൻ ഫുള്ളി ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എന്തായിരിക്കും, അസിംപ്റ്റമാറ്റിക് കോളനൈസേഷൻ ആയിരിക്കും. ഇത് 3 വരുന്ന ഏതാണ്, ടോക്സിജനിക് സ്ട്രെയിൻസിന്റെ ഇൻഫെക്ഷൻ ആണ് 3 വരുന്നത്. ഇനി അതേ സമയത്ത് നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ആണ് വരുന്നതെന്ന് വിചാരിക്കാം. ഈ നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ആണ് വരുന്നത് എന്തായിരിക്കും, എപ്പോഴും ഒരു മൈൽഡ് ഡിസീസസ് അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ എന്നുള്ള കണ്ടീഷനിലേക്ക് മാത്രമേ ഡിസീസ് ലീഡ് ചെയ്യുന്നുള്ളൂ. then ഇതിന്റെ ക്ലിനിക്കൽ സിവിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 രീതിയിലാണ് ഇതിന്റെ ക്ലിനിക്കൽ സിവിയറിറ്റി വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഹെമറേജ് ആൻഡ് ഹൈപ്പർ ടോക്സിക്. ഇതെന്ന് പറയുന്നത് സിവിയർ ടോക്സീമിയ ഉണ്ടാവും, അഡിനൈറ്റിസ് ഉണ്ടാവും, ദാറ്റ് ഇസ് ബുൾനെക്ക് അപ്പിയറൻസ് ഉണ്ടാവും. ഡെത്ത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സർക്കുലേറ്ററി ഫെയിലർ ആയിരിക്കാം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടായിരിക്കാം. ഈ 2 കാരണം കൊണ്ടുണ്ടായിരിക്കും മെയിൻ ആയിട്ട് ഡെത്ത് സംഭവിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ദ സെപ്റ്റിക്. അത് മെയിൻ ആയിട്ട് വെച്ചാൽ ഒന്നുകിൽ അൾസറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ആയിരിക്കാം, ഗ്യാസ് ഗാംഗ്രീൻ അറൌണ്ട് ദ സ്യൂഡോ മെംബ്രെയിൻ. സ്യൂഡോ മെംബ്രെയിൻ നമ്മുടെ ഇവിടെ ആയിരിക്കും, നമ്മുടെ ചെറുനാവിന്റെ അടുത്തായിട്ടായിരിക്കും എന്തുണ്ടാവും, ഒരു സ്യൂഡോ മെംബ്രെയിൻ ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് ക്ലിനിക്കൽ സിവിയറിറ്റി ഇസ് ദ ഹെമറേജ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ബ്ലീഡിംഗ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ മെംബ്രെയിൻ. നമ്മുടെ സ്യൂഡോ മെംബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ അവിടെ കുറച്ച് ഫോഴ്സ്ഫുൾ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ സ്യൂഡോ മെംബ്രെയിൻ അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഇത് എപ്പിസ്റ്റാസിസിലേക്കും അതുപോലെ തന്നെ കൺജന്റൈവൽ ഹെമറയിലേക്കും ദെൻ പെർപ്യൂറ ആൻഡ് ജനറലൈസ്ഡ് ബ്ലീഡിംഗ് ടെൻഡൻസിയിലേക്കൊക്കെ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിനാണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ സിവിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ കോംപ്ലിക്കേഷൻസ് എന്താണ്, ആസ്ഫിക്സിയ ആണ്. ഡ്യൂ ടു സ്യൂഡോ മെംബ്രെയിൻ ഫോർമേഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ആസ്ഫിക്സിയ ഉണ്ടാവാം. അക്യൂട്ട് സർക്കുലേറ്ററി ഫെയിലർ ആൻഡ് പാരാലിസിസ്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഡിസീസസിന്റെ ലേറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എയർവേയുടെ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ നടക്കും. ദെൻ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആൻഡ് ഷോക്കിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എയർലി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചെറിയൊരു സോർ ത്രോട്ട് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോർ ത്രോട്ട്, ലോ ഫീവർ ആൻഡ് സ്വളൻ നെക്ക് ഗ്ലാൻസ് ആയിരിക്കും. ഇതിന്റെ ബുൾനെക്ക് അപ്പിയറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിന്റെ എയർലി സ്റ്റേജസിനകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കുക ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ദ റെസ്പിറേറ്ററി ഡിഫ്തീരിയ ആണ്. ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 to 5 days ആയിരിക്കും. ഇതിന്റെ ഇനീഷ്യൽ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോർ ത്രോട്ട് ആയിരിക്കും ഇതിന്റെ ഇനീഷ്യൽ സിംപ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന് എന്തുണ്ടാവും, ഫീവർ ഉണ്ടാവും, ദാറ്റ് ഇസ് ലോവർ ദാൻ 120 degree Fahrenheit ആയിരിക്കും. പിന്നെ അത് കൂടാതെ ജനറലൈസ് ആയിട്ടുള്ള മാലേസ് ഉണ്ടാവും, ഡിസ്ഫാജിയ ഉണ്ടാവും, ഹെഡേക്ക് ഒക്കെ നോർമലി പ്രസന്റ് ആയിരിക്കും റെസ്പിറേറ്ററി ഡിഫ്തീരിയയിൽ. ഇതാണ് സ്യൂഡോ മെംബ്രെയിന്റെ ഡയഗ്രാം. കണ്ടില്ലേ, ഇവിടെ കാണുന്ന ഈ ഒരു കണ്ടില്ല സ്യൂഡോ മെംബ്രെയിന്റെ ഡയഗ്രാം. ഓക്കെ, ഈ സ്യൂഡോ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അതിനുശേഷം ഇതെന്ത് ചെയ്യുന്നു, ഈ സ്യൂഡോ മെംബ്രെയിൻ ആക്ച്വലി എന്താ സംഭവിക്കുന്ന ഇറ്റ് ഇസ് എ ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ഫൈബ്രിൻ സ്യൂഡോ മെംബ്രെയിൻ എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പാലേറ്റിന്റെ മുകളിലായിരിക്കും, ഫാരിങ്സ്, എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സ്, അതുപോലെ തന്നെ ട്രക്കിയ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ദെൻ എന്ത് ചെയ്യും, ഇത് അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ട്രക്കിയ നമ്മുടെ ബ്രോങ്കിയൽ ട്രീയിലേക്ക് വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സ്യൂഡോ മെംബ്രെയിന്റെ ഫോർമേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഈ സ്യൂഡോ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ എന്തായിരിക്കും, ഫേമിലി അഡ്ഹറന്റ് ആയിരിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നല്ല രീതിയിൽ അറ്റാച്ച്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് തിക്ക് ഫൈബ്രസ് ഗ്രേ ബ്രൗൺ മെംബ്രെയിൻ ആയിരിക്കും. ഇത് ചില സമയത്ത് എന്ത് ചെയ്യാം, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവും, ആ സ്യൂഡോ മെംബ്രെയിൻ എടുത്തുന്ന ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം സ്യൂഡോ മെംബ്രെയിൻ ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടാവാം, ഇതിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ടോൺസിൽസിലേക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം, ഉവളയിലേക്ക് ഉണ്ടാവാം, സബ് മാൻഡിബുലർ റീജിയനിലും അതുപോലെ തന്നെ ബുൾനെക്ക് അപ്പിയറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ സ്യൂഡോ മെംബ്രെയിൻ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ. ഇതാണ് ആക്ച്വലി സ്യൂഡോ മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടില്ല, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ സ്യൂഡോ മെംബ്രെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് ഫൈബ്രിൻ എപ്പിത്തീലിയൽ സെൽസ്, ഫൈബ്രിൻ ഉണ്ടാവാം, എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവാം, ബാക്ടീരിയ ഉണ്ടാവാം, PMN സെൽസ് ഉണ്ടാവാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലേക്ക് ലീഡ് ചെയ്യാം, ഒന്നെങ്കിൽ ബ്ലോക്കേജിലേക്ക് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ സഫോക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ബുൾനെക്ക് അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ കണ്ടില്ല, കൺജന്റിവൈറ്റിസ് ഉണ്ടാവാം, ഫാരഞ്ചൽ മെംബ്രെയിൻ ഉണ്ടാവാം, ബുൾനെക്ക് ഉണ്ടാവാം, സിവിയർ മയോകാർഡൈറ്റിസ്. ഈ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ കോംപ്ലിക്കേഷൻ സിവിയർ ആയിട്ടുള്ള മയോകാർഡൈറ്റിസ് ആയിരിക്കും മെയിൻ കോംപ്ലിക്കേഷൻ. പിന്നെ അതുകൂടാണ്ട് എന്തുണ്ടാവാം, സർക്കുലേറ്ററി കൊളാപ്സ്, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം, ആട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്സ് ഉണ്ടാവാം, പിന്നെ ഡിസ്റിഥമിയാസ് ഒക്കെ ഉണ്ടാവാം, അതായത് ഹാർട്ടിന്റെ റിതംസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടാവാം, ക്രേനിയൽ നെർവ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാം, സോഫ്റ്റ് പാലറ്റിൽ പാരാലിസിസ് സംഭവിക്കാം. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം, നമ്മുടെ ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ്, നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ പോളിന്യൂറൈറ്റിസ് ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസും കണ്ടുവരുന്നുണ്ട്, കാരണം ക്രേനിയൽ നെർവ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ദ ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ. ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ഓഫ് കോർണിബാക്ടീരിയം ഡിഫ്തീരിയ ആയിരിക്കും മെയിൻ ആയിട്ട് ക്യൂട്ടേനിയസ് ഡിഫ്തീരിയ കോസ് ചെയ്യുന്നുണ്ടാവും. ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സൂപ്പർഫിഷ്യൽ അൾസേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്തായിരിക്കാം, അത് ചില സമയത്ത് നോൺ ഹീലിംഗ് ആയിരിക്കും, ചില സമയത്ത് ഹീലിംഗ് ആയിരിക്കും. എന്തായാലും ഇതിന്റെ കളർ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേ ടു ബ്രൗൺ മെംബ്രെയിൻ കളർ ആയിരിക്കും. ഒന്നെങ്കിൽ ഇത് ഒറ്റൊരു അനാറ്റമിക്കൽ സൈറ്റിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മോർ ദാൻ വൺ അനാറ്റമിക്കൽ സൈറ്റ്സിൽ. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ എക്സ്ട്രിമിറ്റീസിലൊക്കെ ആയിരിക്കും. അതായത് ദാറ്റ് ഓഫ് ട്രങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹെഡിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എക്സ്ട്രിമിറ്റീസിലൊക്കെയാണ്. പിന്നെ ഇതിന് ഈ ഒരു ക്യൂട്ടേനിയസ് ഡിഫ്തീരിയയുടെ ഉണ്ടാവുന്ന സൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് ഉണ്ടാവാം, ടെൻഡർനെസ് ഉണ്ടാവാം, ഒരു റെഡ് കളർ ഉണ്ടാവാം, എക്സുഡേറ്റ് ഉണ്ടാവാം. ദാറ്റ് ഈസ് ടിപ്പിക്കലി ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്സ് ടു മന്ത്സ് വരെ ഇത് പെർസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് നമ്മുടെ ക്യൂട്ടേനിയസ് ഡിഫ്തീരിയയുടെ ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിഫ്തീരിയ ഓഫ് അതർ സൈഡ്സിൽ വരുന്നതാണ്, മെയിൻ ആയിട്ട് വരുന്നതാണ്. എക്സ്റ്റേണൽ ഇയേഴ്സിൽ വരാം, ഐയിൽ വരാം, ജെനൈറ്റൽ മ്യൂക്കോസ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന അതർ സൈഡ്സ് ഓഫ് ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, ഇത് എൻഡോകാർഡൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാം. പക്ഷെ അതെന്ന് വെച്ചാൽ എന്തായിരിക്കും, നോൺ ടോക്സിജനിക് സ്ട്രെയിൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് എൻഡോകാർഡൈറ്റിസ് ലീഡ് ചെയ്യുന്നുണ്ടാവും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൊറാഡിക് കേസിൽ മാത്രമേ അത് കണ്ടുവരുന്നുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ലെസ് ആണ്. പിന്നെ ചില കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റിസിമിക് കണ്ടീഷൻ ഉണ്ടാവാനുള്ള കൂടുതൽ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇൻ കേസ് സെപ്റ്റിസിമിക് കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇത്രയാണ് നമ്മുടെ കോർണിബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.